പ്രശ്നമല്ല. എനിക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ജോസ് കെ മാണിയേക്കാൾ ഭീകരനാണോ മോൻസൺ ചോദിച്ചു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അതേ പറയാം. അത് ഒരു സിനിമ, മലയാള സിനിമ ഞാൻ കണ്ടതാണ്. അത് ഈ ബാലങ്കേ നായർ ഒരു വില്ലൻ കഥാപാത്രമാണ്. ടി.ജി. രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. അപ്പോൾ ഏതോ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോയപ്പോൾ അത് മഴ വന്നപ്പോൾ ഓടിച്ചെന്ന് മഴ നനയാതെ കയറി ബാലങ്കേ നായരുടെ വീട്ടിലായി പോയി. ബാലങ്കേ നായർ ഇതിനെ പിടിപ്പിക്കാൻ തുടങ്ങി. ഈ പാവം പെങ്കൊച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കരുത് ടി.ജി. രവിയുടെ വീട്ടിലായി പോയി. അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ബാലങ്കേ നായരായ ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ടി.ജി. രവിയുടെ വീട്ടിലായി കയറിപ്പോയത്. അതാ പറ്റിപ്പോയി. അത്ര വ്യത്യാസമുള്ളൂ. ഈ ബാലങ്കേ നായരെ കൂടി വന്നാൽ ഈ നമ്മൾ ആ സിനിമയിൽ കാണാൻ പറയല്ലോ, അത് ഓടിച്ചിട്ട് പാടും. പക്ഷേ ടി.ജി. രവി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആളാണ് ഈ സിനിമയിൽ. പക്ഷേ ഞാൻ ആ ബലാത്സംഗത്തിന് ഇരയാകാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. അതാണ് സംഭവിച്ചത്.